ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 34ൻ്റെ റിവ്യൂ പറയാം. റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓണമൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ചല്ലോ, പൊളിയായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു, നബിദിനവും ഓണവും എല്ലാം. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എൻ്റെ മോർണിംഗ് സോങ് ആണ് കാണിക്കുന്നത്, ഓണമൊക്കെ അല്ലേ. അപ്പോൾ ഏത് മൂഡ്, ഓണം മൂഡ് എന്നുള്ള ആ പാട്ടിലെ അതാണ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവിങ് റൂമിലിരുത്തി നിങ്ങൾ 3 ടീമായിട്ട് തിരിയണം, 7 പേരടങ്ങുന്ന 3 ടീമായിട്ട് തിരിയണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരിഞ്ഞാണ്. ഫസ്റ്റത്തെ ടീമായിരുന്നു ശരത്, ശൈത്യ, റെന, അക്ബർ, ബിന്നി, ആര്യൻ, ജിസേൽ എന്ന് 7 പേരായിട്ടുള്ള ഒരു ടീം. അതായിരുന്നു മോസ്റ്റ് പവർഫുൾ ടീം എന്ന് തന്നെ പറയാം. അവരുടെ ടീമിനെ അവരൊരു ടീമായിട്ട് തിരിഞ്ഞു. അതിൻ്റെ പേരാണ് തെക്കേടത്ത്. അപ്പോൾ അതിൽ നിന്നൊരു ജഡ്ജിനെ തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ തീരുമാനിച്ചാണ്. ശൈത്യയായിരുന്നു അവരുടെ ജഡ്ജ്. അടുത്ത ടീമാണ് അനീഷ്, നിവിൻ, ഓണിയൽ, അനു, അഭിലാഷ്, ജിഷിൻ, മസ്താനി. ഇവരൊരു ടീം. ഇവരുടെ ടീമിൻ്റെ പേരാണ് വടക്കേടത്ത്. ടീമിന് ഒരു ജഡ്ജ് വേണമെന്ന് പറഞ്ഞപ്പോൾ അനീഷായിരുന്നു ആ ടീമിലെ ജഡ്ജ്. അടുത്ത ടീമാണ് ഷാനവാസ്, ആദില, നൂറ, സാബു, അനീഷ്, ലക്ഷ്മി ആയിരുന്നു, രേണുസുതി. ഇവരായിരുന്നു അടുത്ത ടീം. അവരുടെ പേരാണ് മൂത്തയെടുത്ത് എന്നായിരുന്നു ആ ടീമിൻ്റെ പേര്. അവരിലെ ജഡ്ജ് ആരാണെന്ന് ചോദിച്ചാൽ രേണുസുതി ആയിരുന്നു അവരുടെ ജഡ്ജ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ്, അപ്പോൾ ടീമൊക്കെ തിരിഞ്ഞ് പിന്നെ കാണിക്കുന്നതാണ് പൂക്കള മത്സരം. പൂക്കള മത്സരം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കുറേ കവറിൽ എല്ലാവരും ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. കുറേ പ്രോപ്പർട്ടീസിലൊക്കെ പൂക്കൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഇവർ ഫസ്റ്റ് പോയി കുറേ പൂക്കൾ എടുക്കണം. ആർക്കാണ് കൂടുതൽ പൂക്കൾ കിട്ടണത് അങ്ങനെ. എന്നിട്ട് പൂക്കൾ ഇടണം, എന്നിട്ട് അതിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യണം. അങ്ങനെയായിരുന്നു ഇത്. നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ തെക്കേടത്ത് നിൽക്കണതിൻ്റെ അവരുടെ ടീം നിൽക്കണതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു കുറേ പൂക്കൾ ഉണ്ടായിരുന്നത്. അപ്പോൾ തെക്കേടത്തിനാണ് നിറയെ പൂക്കൾ കിട്ടിയത്. അത് ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ് പവർഫുൾ ടീം തന്നെയായിരുന്നു തെക്കേടത്ത്. അപ്പോൾ അവർക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഇവിടെ കുറച്ച് പൂക്കൾ കളക്ട് ചെയ്യാൻ പറ്റിയത് നമ്മുടെ മൂത്തേടത്ത് എന്നുള്ള ടീമിനായിരുന്നു. അപ്പോൾ അവർ ചെറിയൊരു പൂക്കളൊക്കെ ഇട്ട് ട്രഡീഷണലായിട്ട് തന്നെയാണ് ഇട്ടത്. രണ്ടാമതായിട്ട് ഇട്ട് വടക്കേടത്തും അതുപോലെ തന്നെ അവർക്കും കുറച്ച് കിട്ടിയുള്ളൂ. കിട്ടിയത് കൊണ്ട് അവർ നല്ലൊരു എന്താ പറയുക, ചെറിയ പൂക്കളാണ്, പക്ഷേ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അടുത്തും. നമ്മുടെ തെക്കേടത്തിനാണ് നിറയെ പൂക്കൾ കിട്ടിയതും വലിയ പൂക്കളമായിരുന്നു അവരുടെ. അപ്പോൾ ജഡ്ജ്മെൻ്റായി. ജഡ്ജ്മെൻറ്റിൽ ആരൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ അറിയാലോ, രേണുസുതി, അനീഷ്, ശൈത്യ ഇവരായിരുന്നു ജഡ്ജ്. എല്ലാവരുടെ പൂക്കളൊക്കെ നോക്കി ഈ പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൂക്കളെ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അനീഷ് പറഞ്ഞു ട്രഡീഷണലായിട്ട് അനീഷിൻ്റെ ടീം ഇട്ടേക്കണമെന്ന് പറയാം. അപ്പോൾ ശൈത്യ പറഞ്ഞു അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസമാണ്. 10 ദിവസമാണ് നമ്മുടെ ആഘോഷം. അപ്പോൾ ഓണപ്പൂക്കളത്തിലും ആ ഒരു 10 കോളവും അതിനനുസരിച്ച പൂക്കളുമാണ് ഇടേണ്ടത്. അത് കറക്റ്റായി ഇട്ടിരിക്കുന്നത് നമ്മുടെ തെക്കേടത്താണ്. അവർക്കാണ് ഫസ്റ്റ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് അതിന് എന്താ പറയുക, അതിനൊരു അടിപിടി എന്ന് പറഞ്ഞ പോലെ ഓണമാണ്, സെലിബ്രേഷനാണ് എന്നുള്ളതൊന്നുമില്ല. അതിനും അവിടെ തർക്കിച്ച് ഭയങ്കരമായി സംസാരമൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് കൊടുത്തത്. തെക്കേടത്തിന് തന്നെയാണ് ഫസ്റ്റ് കൊടുത്തത്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ കൊടുക്കണതിൻ്റെ ഇടയിൽ അനീഷ് രേണുസുതിനോട് പറയുന്നുണ്ട്, ശരിക്കും നോക്ക് രേണു, ശരിക്കും നോക്കിയിട്ട് പറ, എൻ്റെ ടീമുകാരല്ലേ ട്രഡീഷണലായിട്ട് കറക്റ്റ് പൂക്കളം ഇട്ടിരിക്കണമെന്ന് പറയുമ്പോൾ രേണു പറയുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കി തന്നെയാണ് പറയണത്, എനിക്ക് ഈ ടീമാണ് നന്നായി ഇട്ടത് തോന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് അത് കൊടുത്തതും. അടുത്തതായി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതാണ് കാണിച്ചത്. അത് ക്യാപ്റ്റൻസി മത്സരത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് 7 എണ്ണം ജിസേലിനും, 7 വോട്ട് ജിസേലിന്, 7 വോട്ട് ഓണിയലിന്, 12 വോട്ടുമായിട്ട് അഭിലാഷിനാണ് കൊടുത്തത്. അഭിലാഷ് ഗെയിം നന്നായി കളിച്ചു, മറ്റേ തൊപ്പി ഗെയിമൊക്കെ നന്നായി കളിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് കൊടുത്തത്. അടുത്തതായി പിന്നെ കാണിച്ചതാണ് എന്നുള്ള പാട്ടുമായിട്ട് ഫുഡുമായിട്ട് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് കുറേ പേര് കയറി വരികയാണ്. ബിഗ് ബോസിൻ്റെ ക്രൂ ഇവർക്ക് ഫുഡുമായിട്ട്. എന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ആ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലും കുറച്ച് ഷോസ്, എനിക്ക് തോന്നുന്നു ഒറ്റപ്പെടലിൻ്റെ ഒരു ഇതെടുത്തതായിരിക്കും മസ്താനി എന്ന് തോന്നുന്നുണ്ട്. മസ്താനി മാത്രം വേറെ അപ്പുറത്ത് പോയിരിക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ. ബാക്കി എല്ലാവരും ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ മസ്താനിനെ ലക്ഷ്മി വിളിക്കാൻ വരുന്നുണ്ട്. ലക്ഷ്മി വിളിക്കാൻ വന്നിട്ട് പറയുന്നുണ്ട് വാ ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ എനിക്ക് അവന്മാരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ല പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അവരൊക്കെ കഴിച്ച് കഴിയാനായി വന്ന് കഴിക്കുമെന്ന് പറയുമ്പോൾ മസ്താനി വന്നിട്ട് താഴെ ഇരുന്ന് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും നന്നായി ആസ്വദിച്ചതിൻ്റെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കഴിക്കണവർക്കാണ് 2 ദോശയൊക്കെ വെച്ച് കൊടുക്കണം, എന്താവാനാ. അത് കഴിഞ്ഞിട്ട് അടുത്തതായി കാണിക്കുന്നതാണ് അനീഷും ജിസയിലും തമ്മിലുള്ള ചെറിയൊരു കോൺവെർസേഷൻ. ഭയങ്കര എന്താ പറയുക, നല്ലൊരു
ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ നല്ലൊരു രസമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ തന്നെയായിരുന്നു. അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്ക് പോവും, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു കോണിൽ നിങ്ങളുണ്ടാവും, പക്ഷേ ആരോടും കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഇത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്ക് അങ്ങോട്ട് പോവും എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു സുഹൃത്തായിട്ടാണ് കണ്ടത്, അപ്പം നീ നിൻ്റെ വഴിക്ക് പോയാലും ആ വഴിക്ക് ഞാൻ വരാൻ നോക്കും എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുകയാണ് ജിസേൽ. അറിയാലോ ജിസേലിന് മലയാളം അറിയാത്ത കാരണം പാട്ടൊക്കെ പാടുമ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു. പാട്ട് പാടുന്നത് കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ എന്നുള്ള രീതിയിലൊക്കെ പാട്ട് പാടുകയാണ്. അപ്പം തിരിച്ച് അനീഷ് പാടുകയാണ്, കണ്ണാൻ തുമ്പി പോരില്ല നിന്നോടിഷ്ടം കൂടില്ല, വേറെ ആരോട് വേണമെങ്കിലും പൂക്കാലം ചോദിച്ചു, പക്ഷേ എന്നോട് പൂക്കാലം ചോദിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ഇല്ല ഞാൻ നിങ്ങളെ സുഹൃത്തായാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതാണ് കാണിക്കുന്നത്. അടുത്തതായി കാണിച്ചതാണ് നമ്മുടെ കിരീട യുദ്ധം എന്നുള്ള ടാസ്ക്. ഫൈനലിലേക്ക് ന്യൂറയും ഓണയിലാണല്ലോ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ റൗണ്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, രണ്ടുപേരുടെയും ക്യാപ്പ് രണ്ടുപേരുടെയും തലേന്ന് എടുത്തിട്ട് ഒരു ഇതുണ്ട് അവിടെ ഹുക്ക്, അതിലേക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഫസ്റ്റ് ആരാണോ ഇടുന്നത് അവർക്കായിരിക്കും പോയിന്റ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ടാസ്ക് ഉണ്ടായിരുന്നത്. 2 ടാസ്കും വിജയിച്ചത് ന്യൂറയാണ്. അപ്പോൾ ന്യൂറക്ക് കിട്ടി ഇമ്മ്യൂണിറ്റി പവേഴ്സ് 3 കിട്ടി. അപ്പോൾ ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട്, ന്യൂറ ഇമ്മ്യൂണിറ്റി പവേഴ്സ് 3 വേണമെങ്കിൽ സ്വയമായും എടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിഭജിച്ച് നൽകുകയും ചെയ്യാം, നിങ്ങളുടെ ടീമിൽ ആർക്കാണോ വേണ്ടത് എന്നൊക്കെ ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ന്യൂറ പറയുന്നുണ്ട്, അത് ലൈവിൽ കണ്ടാട്ടോ, എനിക്ക് ഗ്രൂപ്പുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇല്ല ഗ്രൂപ്പുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, ഇത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്, ആരാണോ ഗ്രൂപ്പ് ലീഡർ അവരുടെ മാത്രം തീരുമാനമാണ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ ന്യൂറ സെലക്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഫാമിലി ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടല്ലോ അതിലേക്ക് ബിന്നിനെയാണ് സെലക്ട് ചെയ്തത്. 1 വീക്ക് ഫാമിലിനെ കൊണ്ടുവന്നിടത്താണ്. ബാക്കിയുള്ള 2 എണ്ണം, അതായത് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ളതും 3 ആഴ്ചയിലേക്ക് നോമിനേഷൻ ചെയ്യാതിരിക്കാനുള്ള 2 പവറും കൂടെ ന്യൂറ തന്നെ സ്വയം എടുത്തു. അഭിലാഷിനും ഒന്നും കൊടുത്തില്ല. ഇത് സെൽഫിഷാണ്, അല്ലെങ്കിൽ അങ്ങനെ ചതിച്ചതാണ് അഭിലാഷിനെ, അങ്ങനെ എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അല്ല ഇത് നല്ലൊരു മൈൻഡ് ഗെയിമാണ് എന്നുള്ള രീതിയിലും എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു മൈൻഡ് ഗെയിമായിരുന്നു. ഇതിൽ നിന്നിപ്പോൾ എന്താ പറയുക, അഭിലാഷിനെ രക്ഷിക്കാനും ന്യൂറക്ക് കഴിയും, നമ്മുടെ ആദിലക്ക് വേണ്ടിയിട്ടും ന്യൂറക്ക്, അതായത് ന്യൂറ 3 ആഴ്ച ഇതിന് വന്നില്ലെങ്കിൽ, നോമിനേഷനിൽ വന്നില്ലെങ്കിൽ ന്യൂറൻ്റെ വോട്ടും കൂടെ അതിലേക്കാണ് അവിടെ പോകുന്നത്. അങ്ങനെ മൈൻഡ് ഗെയിം നന്നായി കളിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഗെയിം പ്ലേ തന്നെയായിരുന്നു. എല്ലാവരും അത് പറഞ്ഞിട്ട് തന്നെയാണ് അപ്രിഷ്യേറ്റ് ചെയ്തതും. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിലാഷിൻ്റെ അടുത്ത് പോയിട്ട് ന്യൂറ പറയുന്നുണ്ട്, നിങ്ങളെ എന്തായാലും ഞാനോ അതിലെ ഒരിക്കലും നോമിനേറ്റ് ചെയ്യില്ല, അത് ഞാൻ തരണം ഉറപ്പാണ് എന്നുള്ള രീതിയിൽ അഭിലാഷിനോട് ന്യൂറ പോയി പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഇതൊരു ഗെയിമാണ്, ഇത് അതിൻ്റെ രീതിക്ക് വിടുക, അല്ലാതെ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്കത് മനസ്സിലാവും എന്നുള്ള രീതിയിലൊക്കെ അഭിലാഷ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നിവീന് വാഷ്റൂം ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പുറത്ത് നിവീൻ നിൽക്കുന്നുണ്ട്. നിവീൻ നിന്നിട്ട് പറയുന്നുണ്ട്, എടി ന്യൂറ എനിക്ക് തരുമോ ഒരു ഇമ്മ്യൂണിറ്റി പവർ എന്നുള്ള രീതിയിൽ നിവീൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂറ പറയും, നീ അല്ലേ പറഞ്ഞത് നിനക്കൊരു പവറും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നീ പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിവീൻ പറയുന്നുണ്ട്, എനിക്കാണ് കിട്ടിയതെങ്കിലും 3 പവറും ഞാൻ തന്നെ എടുക്കും, ഒരാൾക്കും കൊടുക്കില്ല, അത് എൻ്റെ ഗെയിം പ്ലേ ആണ്. എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാലും അവരത് ചോദിച്ചാലും ഞാൻ പറയും, എനിക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോഴേ നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പറയും, അതാണ് എൻ്റെ ഗെയിം പ്ലേ, നീ ഒരെണ്ണമെങ്കിലും ഒരാൾക്ക് കൊടുത്തല്ലോ എന്നുള്ള രീതിയിൽ നിവീന് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മി, നമ്മുടെ ജിഷിൻ, പ്രവീൺ, മസ്താനിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ലക്ഷ്മി പറയണത് ന്യൂറക്കും ആദിലക്കും സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പ്ലാൻ ന്യൂറ എടുത്തത്. കാരണം ന്യൂറ ഇങ്ങനൊരു പ്ലാൻ എടുത്തതിലൂടെ ആദിലക്കും നല്ലൊരു ഇത് തന്നെയാണ് കിട്ടാൻ പോണത് എന്ന് പറയും. അപ്പോൾ ജിഷിൻ പറയാണ്, ഇനി ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള ഇതുണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടല്ലോ, അത് ആരിനെ ചെയ്യാമെന്ന് ഷാനവാസാണ് ഇവിടെ തീരുമാനിക്കാൻ പോണത്, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, പെങ്ങളാ ഇത് കളിക്കുകയാണല്ലോ അവർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിലാഷ് ബെഡ്റൂമിൽ കിടക്കുകയാണ്. അവിടെ മസ്താനി, ലക്ഷ്മി, സാബുമാൻ ഒക്കെ വന്നിരുന്ന് സംസാരിക്കുകയാണ്. ക്യാപ്റ്റൻസി ജയിക്കണം, എന്തായാലും നിങ്ങളായിരിക്കണം ക്യാപ്റ്റൻസി ജയിക്കാൻ, ഞങ്ങളൊക്കെ നിങ്ങൾക്കാണ് വോട്ട് ചെയ്ത് ക്യാപ്റ്റൻസിയിൽ, ഞങ്ങൾ ഗ്രൂപ്പായി പ്ലാൻ ചെയ്തതൊന്നുമല്ല, പക്ഷേ വോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് വന്നതാണ്,
നിങ്ങളാവാനാണ് താല്പര്യം. കാരണം ഇന്നലെ രാത്രി നടന്ന ഗുണ്ടായിസും ഒക്കെ നിങ്ങളാണ് ക്യാപ്റ്റനെങ്കിൽ അവിടെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു. ഞങ്ങളോട് മര്യാദക്ക് വന്ന് വെസൽ വാഷ് ചെയ്യാൻ പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഗുണ്ടായിസം വന്നിട്ട് പറഞ്ഞുകൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് കാണിച്ചത് വീണ്ടും ഓണത്തിൻ്റെ ടാസ്ക്കാണ് കാണിച്ചത്. അതായിട്ട് 3 സ്റ്റാൻഡ് ഉണ്ടാവും പുറത്ത്. അതിലേക്ക് മാവേലിൻ്റെ, വേട്ടക്കാരൻ്റെ, പുലികളിൻ്റെ ഡ്രസ്സുകൾ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക എന്നതായിരുന്നു. ബസർ ടു ബസറാണ് ടാസ്ക്. നമ്മുടെ പണിപ്പുരയിലാണ് സാധനങ്ങൾ ഉണ്ടാവുക. 30 സെക്കൻഡിനുള്ളിൽ എല്ലാവരും കയറി, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ നിന്ന് ഒരാൾ വീതം കയറിയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് വരണം. അടുത്ത ബസറിൽ ഡ്രസ്സ് ഇടാൻ തുടങ്ങണം, അടുത്ത ബസറിൽ സ്റ്റോപ്പ് ചെയ്യണം എന്നതായിരുന്നു ടാസ്ക്. ഇതിൽ കയറിയത് ആരൊക്കെയെന്ന് വെച്ചാൽ എടുക്കാൻ ആര്യൻ, ആദില, നിവീനാണ് കയറിയത്. ആര്യൻ പിന്നെ പറയണ്ടല്ലോ, ടാസ്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആര്യൻ ഫയറാണെന്ന് പറഞ്ഞ പോലെയാണ്. ആര്യനാണ് ഫുൾ കോസ്റ്റ്യൂം ഫുള്ള് കിട്ടിയത് ആര്യൻ്റെ ടീമിനാണ്. ബാക്കി എല്ലാവർക്കും പകുതി പകുതി. നമ്മുടെ ആദില ഷാനവാസിൻ്റെ, അതായത് മൂത്തേടത്ത് ടീമിന് പകുതി, മഹാബലിൻ്റെ മുകളിലത്തെ ഉണ്ടെങ്കിൽ താഴത്തല്ല, അതുപോലെ വേട്ടക്കാരൻ്റെ, അങ്ങനെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. മറ്റവർക്കാണ് ഫുൾ ഡ്രസ്സ് കിട്ടിയത്. അവർ തന്നെയാണ് ടാസ്ക് വേഗം ചെയ്ത് തീർത്തതും അവർ തന്നെയാണ്. അവർക്ക് തന്നെയാണ് സമ്മാനം കിട്ടിയതും അവർക്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിന്നിയും രന ഫാത്തിമയും ഈ ടാസ്ക് കഴിഞ്ഞിട്ട് പോയി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. രന ഫാത്തിമ പറയുന്നുണ്ട് ജിസേലിനും ആര്യനും ശരിക്കും എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്, അവരുടെ ഇതൊക്കെ കാണുമ്പോൾ അതുപോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ശരിയാണ്, ഞാൻ ആദ്യമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല, ഇപ്പോൾ ഈ ഇഷ്യൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഈ അനുമോളുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു. കാരണം വെറുതെ അവരിയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയാണ് അവർ തമ്മിലുണ്ട്, നല്ലൊരു കെമിസ്ട്രി ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ എനിക്കും തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അടുത്തതായി കാണിച്ചാണ് മൈജീൻ്റെ, ഇവർക്ക് ഫാമിലിയിലേക്ക് ഒരു സമ്മാനം കൊടുക്കാൻ ആദില, നൂറ, അഭിലാഷ്, സാബുമാനിനെ കിട്ടിയിരുന്നല്ലോ. അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതും അവർ വാങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ അടുത്ത ടാസ്ക്കാണ് വന്നത് ഓണം മധുരം എന്ന് പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കുന്ന ടാസ്ക്. അതിലും ഇതുപോലെ 30 സെക്കൻഡ് കൊടുക്കും. പണിപ്പുരയിൽ പോയിട്ട് പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം. സാധനങ്ങൾ എടുക്കാൻ പോയത് അനുമോൾ, ആര്യൻ, സാബുമാനാണ്. 3 ടീമിൽ നിന്ന് ഓരോരുത്തർ പോയത്. ആര്യനാണ് കൂടുതൽ എല്ലാ സാധനവും, ഇവരുടെ ടീമിനാണ് ഫുൾ സാധനം കിട്ടുന്നത്. ആര്യന് വിടുന്നത് കാരണം അവർ തന്നെ സമ്മാനം വാങ്ങുന്നുമുണ്ട്, ഫസ്റ്റ് ആവുന്നുണ്ട്. മറ്റേ നമ്മുടെ അനുമോളുടെ പായസമൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഷെഫും നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആളൊക്കെ അവിടെയാണ് ഉള്ളത്. പക്ഷെ അവരുടെ പായസമാണെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്ത്. അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ഞങ്ങളുടെ പായസം എന്ന് പറയുമ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട്, ശൈത്യയും രേണുസുതിയും പറയുന്നുണ്ട് നിങ്ങളുടെ പായസം പറയണ്ട, കാരണം കരിഞ്ഞു പോയ പായസമാണ്, അത് വായി വെക്കുമ്പോൾ തന്നെ കയ്പ്പാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തെക്കേടത്തിന് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അനുമോൾക്ക് ദേഷ്യം വന്നു, എൻ്റെ പായസം എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം, നല്ല പായസമാണ്, ഇവർക്കൊന്നും റിവ്യൂ ചെയ്യാൻ അറിയില്ല, ഇവരെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്തത് കാണിച്ചത് പണിപ്പുര പ്രവേശനമാണ്. അതായത് വൈൽഡ് കാർഡ്സിന് പണിപ്പുരയിലേക്ക് കയറാം, സാധനങ്ങൾ എടുക്കാനുള്ള സമയമാണ്. വലിയ പണിയാണ് കിട്ടിയത്. വലിയ പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ സീസൺ കഴിയണ വരെ ഒരാൾക്ക്, ഇവർ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ആരെയും നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്നതായിരുന്നു പണി. അത് അവർക്ക് കൊടുത്തത് അനീഷിനാണ് അവർ കൊടുത്തത് ആ പണി. അനീഷ് ഭയങ്കര ഇതായിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിലാണ്, ഒരു ഉൾപ്പൊരുളില്ലാണ്ടാണ് നോമിനേറ്റ് ചെയ്യണത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇനി നോമിനേറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് അനീഷിന് അത് കൊടുത്തത്. അപ്പം തന്നെ അനീഷ് പറയേണ്ട സന്തോഷമുണ്ട്, എനിക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിലൊക്കെ അനീഷ് അപ്പം തന്നെ പറയേണ്ടത്. അടുത്തതായി കാണിക്കുന്നത് ഷൈത്യയും അക്ബറും ഇരുന്നിട്ട് അവിടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അക്ബർ പറയണത് നിവീൻ്റെ മാറ്റം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളിൽ പുറത്താക്കണം അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകും എന്നുള്ള വാശിയിലാണ് നിവീൻ അന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്. പക്ഷെ അവൻ തിരിച്ചു വന്നതിന് ശേഷം അവൻ്റെ പ്രവൃത്തികളിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അവളോട് സംസാരിക്കുന്നു, ആദിലെ ന്യൂറോനോട് പെട്ടെന്ന് മിങ്കിളായി കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് എന്തൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് നിവീന് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു നിവീനോട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നിവീൻ പറയുന്നത് അവളായിട്ട് ഇങ്ങോട്ട് വന്ന് അതായത് അനുമോളായിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് ഒരു ഇതുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാനും നിൽക്കുന്നത് എന്നൊക്കെ ശൈത്യ പറയേണ്ടത്. എന്നിട്ട് ശൈത്യ പറയേണ്ടത് അനുമോളുടെ മാറ്റം എന്താണെന്ന് വെച്ചാൽ അനുമോൾക്ക് മനസ്സിലായി പുറത്ത് അവൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വൈൽഡ് കാർഡ്സ് വന്നപ്പോഴും പിന്നെ ഓരോ ടാസ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ
സെലക്ട് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ റാങ്കിങ് ടാസ്കിൽ നമ്മുടെ സ്ക്രീൻ സ്പേസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും അവൾക്ക് ആദ്യം നിവിൻ, ജിസേൽ, മൂന്നാമത് അനുമോൾ വന്ന. അപ്പോൾ അനുമോൾക്ക് അങ്ങനെയൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മുടെ ഡ്രസ്സിങ് റൂം ഉണ്ടല്ലോ, ഡ്രസ്സിങ് റൂമിൽ മൈക്ക് ഉണ്ട്, ഓക്കെ. പക്ഷേ ഇത് ഇല്ലാത്തതുകൊണ്ട്, ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയിട്ട് എഴുതി കാണിക്കാൻ പറ്റും. അപ്പം ഇവള് കൂടുതൽ അടുക്കണത് ആരിനോടൊക്കെ എന്ന് വെച്ചാൽ നോക്കിക്കോ, വൈൽഡ് കാർഡ്സിനോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത്, ലക്ഷ്മി, മസ്താനി എന്നുള്ളവരോടൊക്കെ. ഇത് നമ്മൾ ഡ്രസ്സിങ് റൂമിൽ പോയി നോക്കിയാൽ ഇങ്ങനെ എഴുതി കാണിച്ചിട്ട് ചോദിക്കുക പോസിറ്റീവാണോ നെഗറ്റീവ്, തീർച്ചയായും അത് അവൾ കാണിച്ചിട്ടുണ്ടാവും, അവർ പറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് മാറ്റം. ഇപ്പോൾ അവളുടെ കരച്ചിൽ നാടകമൊന്നും ഇല്ലല്ലോ, നന്നായി മാറിയല്ലോ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഇങ്ങനെ കളിച്ചിട്ടാണ് മാറ്റം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഗെയിം മാറ്റേണ്ട ആവശ്യം, അതേപോലെ തുടർന്നാൽ പോരെ, ഇത്ര സ്ട്രോങ് ആയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ശൈത്യ പറയുന്നുണ്ട്, ഇല്ല, അവളുടെ കരച്ചിൽ നാടകമൊക്കെ നിന്ന് അവൾ ഭയങ്കര സ്ട്രോങ് ആയി. അവളുടെ കൂടെ നിന്നവരെയൊക്കെ അവൾ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ കളി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവൾക്കറിയാം എങ്ങനെയാണ് കളിക്കേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരെ ഇരുത്തേണ്ടത് എന്നുള്ള നല്ലൊരു ബോധ്യം അവൾക്കുണ്ട്. ശരിയാണ്, അനുമോൾക്കറിയാം എങ്ങനെയാണ് കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്തേണ്ടത് എന്നത് തീർച്ചയായും അനുമോൾക്കറിയാം. അതിനനുസരിച്ചിട്ടാണ് അനുമോൾ അവിടെ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതും. കണ്ടന്റ് കൊടുക്കുക എന്നതാണ് പ്രധാനം എനിക്ക് തരുന്നതിന് എന്ന് അനുമോൾ ഒരു എപ്പിസോഡിൽ പറയുകയും ചെയ്തു. ഞാനിവിടെ കൊടുക്കുന്നതെല്ലാം കണ്ടന്റ് ആണെന്നും ആദിലയോട് പറഞ്ഞത് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ അതനുസരിച്ച് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി കാണിച്ചത് പിന്നെ നമ്മുടെ വൈൽഡ് കാർഡ്സിൻ്റെ പ്ലാനിങ് ഉണ്ടാവുമല്ലോ ദിവസം രാത്രി, അതാണ് കാണിക്കുന്നത്. അപ്പാനിയെ ഒന്നുമില്ലയെന്ന് മനസ്സിലായപ്പോൾ അപ്പാനി ഭയങ്കരമായി തളർന്നു പോയി. ഇവിടെ കാണിക്കുന്നതൊക്കെ, ഞാൻ കാണിക്കുന്നതൊക്കെ സൂപ്പർ അല്ലേ എന്നൊക്കെ എല്ലാവരോടും ചോദിച്ചു നടക്കുകയാണ്. അപ്പാനിക്ക് മനസ്സിലായി ഇവിടെ അപ്പാനിക്ക് ഒന്നുമില്ല, ഒരു സ്ക്രീൻ സ്പേസും കിട്ടണില്ല എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലായി തളർന്നു പോയി കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന അവരുടെ ആ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ശരത്തും ആര്യനും അപ്പുറത്തിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ശരത്ത് എന്താ പറയുന്നത്, ആര്യനോട് പറയുന്നത് വെച്ചാൽ എൻ്റെ ചീട്ട് മിക്കവാറും ഈ വീക്ക് കീറും, അത്രക്ക് ബാഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇവരിലേക്ക് കാണിക്കുന്നത് മസ്താനി പറയുന്നത്, അപ്പാനിനെ കൊണ്ടോ ഒരു അടി മേടിച്ചിട്ടാണെങ്കിൽ അവരെ പുറത്താക്കണം, കിട്ടിയ ഒരു അടിയല്ലേ ഉള്ളൂ, അവരെ പ്രവോക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒരു അടി തന്നെയല്ലേ, വേറൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ മസ്താനി പറയുന്നതാണ്. അപ്പം സാബുമണി എൻ്റെ പൊന്നെ എന്തൊരു പ്ലാനിങ്ങാ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ലക്ഷ്മിനോട് എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഒരാളുടെ ട്രിഗർ ആയിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പിടിച്ചു നിർത്തേണ്ടതെന്ന് അയാൾക്ക് അറിയണം, അതൊരു ഇതുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അടുത്തത് അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞത്. പിന്നെ പ്ലസ്സിൽ ഒരു കാര്യം കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കഥ തുടരും ഇതുണ്ടായിരുന്നല്ലോ ഈ വൈൽഡ് കാർഡ്സിന് വേണ്ടിയിട്ട്, അതിൽ വിന്നർ ആയിരിക്കുന്നത് ജിഷിനാണ്. ജിഷിന് അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ ഫ്രീ ആയിട്ടുണ്ട്. ബാക്കി 4 പേരും ഡയറക്റ്റ് നോമിനേഷനിൽ പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റിവ്യൂ. ഇത്രയൊക്കെയാണ് ഇന്നത്തേൽ നടന്നത്. പ്ലസ്സിലും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പ്ലസ്സിൽ രാവിലെ തന്നെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, തലേന്ന് പാത്രം കഴുകാത്തതിന് ഒരു ഇഷ്യൂ ഒക്കെ നടന്നല്ലോ ഗുണ്ടായിസം, അത് രാവിലെ തന്നെ അനുമോളെടുത്ത് പാത്രമൊക്കെ കഴുകുന്നത്. കാരണം അനുമോൾക്ക് അറിയാം കുടുംബ പ്രേക്ഷകർക്ക് ഹോംലി ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ അനുമോൾക്ക് അറിയാം. അതുകൊണ്ട് അനുമോൾ ആ രീതിയിൽ തന്നെ ഗെയിം കളിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിലൊക്കെ ഫസ്റ്റ് തന്നെ നിൽക്കുന്നത് അനുമോളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും എൻ്റെ റിവ്യൂ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള അഭിപ്രായം, എൻ്റെ റിവ്യൂവിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ നിങ്ങളൊന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.